ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. നമ്മൾ ഇനി 4th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ കാണാം സൈൻ എക്സ് എന്ന്. അപ്പോൾ നമുക്ക് ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? കോസ് എക്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് സൈൻ എക്സ് ഡി എക്സ് എന്നേ ഉള്ളൂ, മൈനസ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ മൈനസിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അതായത് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് ഡി ടി എന്ന് വരും അല്ലേ? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സൈൻ ഓഫ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഈ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് ഡി ടി എന്ന് കൊടുക്കാം. ഇന്റഗ്രൽ ഓഫ് സൈൻ ഓഫ് കോസ് എക്സിന് നമ്മൾ എന്തായിരുന്നു? ടി എന്നായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് അല്ലേ? അപ്പം സൈൻ ഓഫ് ടി ഇൻറ്റു മൈനസ് ഡി ടി വരും അല്ലേ? ഇപ്പം മൈനസിനെ പുറത്തോട്ട് എടുക്കാം. എന്ത് വരും? മൈനസ് ഓഫ് ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. ഇനി പറഞ്ഞേ, സൈൻ എക്സിൻ്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? മൈനസ് കോസ് എക്സ് ആയിരുന്നു അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ സൈൻ ടിയുടെ ഇന്റഗ്രൽ എന്ത് വരും? മൈനസ് കോസ് ടി എന്ന് വരും അല്ലേ? അപ്പൊ മൈനസ് കോസ് ടി പ്ലസ് സി. ഈ മൈനസ് മൈനസ് എന്താകും? പ്ലസ് ആകും അല്ലേ? അതായത് കോസ് ടി പ്ലസ് സി. ടിക്ക് നമ്മൾ എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? കോസ് എക്സ് എന്നായിരുന്നു അല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ടിക്ക് പകരം കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ 4th ആൻസർ. ഓക്കെ, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, ബൈ.